റജി ബ്രദറെ, സ്തോത്രം, കോഴഞ്ചേരിയിൽ ഈ ബ്രദറിനെ കർത്താവ് അത്ഭുതകരമായി ആ ശുശ്രൂഷയിൽ വിടുവിച്ചല്ലോ. എന്തായിരുന്നു ബ്രദറിന്റെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒന്ന് പറഞ്ഞാൽ? ഷാജി ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ കോഴഞ്ചേരി പട്ടണത്തിൽ ഇത്രയും തകർന്ന ഒരു മദ്യപാനി വേറെ ഉണ്ടായിരുന്നില്ല. അതായത് താൻ മദ്യപാനത്താൽ താൻ തകർന്ന് 16 ഡി അഡിക്ഷൻ സെന്ററിൽ 40 പ്രാവശ്യം ചികിത്സിച്ചിട്ടും മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ മദ്യപാന വിമോചന കേന്ദ്രത്തിൽ 16 മദ്യപാന വിമോചന കേന്ദ്രത്തിൽ 40ഓളം പ്രാവശ്യം ചികിത്സിച്ചിട്ട് അവാർഡും കിട്ടിയായിരുന്നോ? അങ്ങനെ ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഷാജി ബ്രദറിന് കിട്ടിയേനെ. 16 ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ 40ഓളം പ്രാവശ്യം ചികിത്സിച്ചിട്ടും തന്റെ ജീവിതത്തിൽ തനിക്ക് യഥാർത്ഥമായി വിടുതൽ കിട്ടിയില്ല. എന്നാൽ ആ ദിവസങ്ങളിലാ നമ്മുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യത്തിലേക്ക് പോയോ? ഏറ്റവും ചെറുപ്പത്തിൽ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 8ാം ക്ലാസ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിത്തമൊന്നും കാര്യമായിട്ടില്ല. ഇല്ല, അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി മുഴുവനാക്കാൻ എനിക്ക് പറ്റിയില്ല. നമുക്ക് പല ജോലികളുള്ളതുകൊണ്ട്. കോഴഞ്ചേരി പട്ടണത്തിൽ ഇത്രയും തകർന്ന ഒരു മദ്യപാനി ഉണ്ടായിട്ടില്ല. അവസാനം തന്നെ ലിവറിന് പ്രോബ്ലമായി, തന്നെ ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. ലിവറിന് പ്രോബ്ലമായി, ലിവർ സിറോസിസ് ഒക്കെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ബ്ലഡ് മാത്രം വരുമായിരുന്നു. ഈ പകൽ അന്തിയോളം മദ്യപിക്കായിരുന്നു. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഫുള്ളായിട്ട് രാത്രിയിൽ കട്ടിലിന് അടിയിൽ ഒഴിച്ചു വെച്ചേക്കും ഗ്ലാസ്. എപ്പോഴെല്ലാം എണ്ണിക്കുമ്പോൾ കുടിക്കാനായിട്ട്. ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കത്തില്ല, മാസങ്ങളോളം ഭക്ഷണം കഴിക്കത്തില്ല. ആ ഒരു അവസ്ഥ എത്ര നാളുണ്ടായിരുന്നു? 2 വർഷത്തോളം പോലും ഞാൻ ഭക്ഷണം എടുക്കാതിരിക്കുമായിരുന്നു. ഒരു അച്ചാറ് വെച്ച കയ്യെ തൊട്ട് നാക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഛർദ്ദിക്കും. ആ അവസ്ഥയായിരുന്നു എൻ്റേത്. അത്ര ഭീകര. ഷാജി ബ്രദർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും ഞാൻ കുടിക്കാൻ ഇങ്ങനെ ഗ്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ബ്ലഡ് വോമിറ്റ് ചെയ്യും ഈ ഗ്ലാസിന്റെ അകത്തോട്ട്. എന്നാലും എന്റെ മദ്യാസക്തി കാരണം ഞാൻ ആ ഗ്ലാസ്സിലുള്ള രക്തവും മദ്യവും കൂടെ ഒന്നിച്ച് വീണ്ടും ഞാനത് കുടിക്കും. അതുപോലെ ഇത്രയും തകർന്ന ഒരു മദ്യപാനിയെ കുറിച്ച് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഒരിക്കൽ ഞങ്ങൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ സാക്ഷ്യം പറയാൻ ചെന്നപ്പോൾ പെട്ടെന്ന് പുല്ലാടുള്ള ഒരു പോലീസുകാരനാണ്, പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തു, താന് മദ്യപാനത്തിൽ നിന്ന് വിമുക്തനാകാനുള്ള ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തിയിരിക്കുക. ആ വ്യക്തി എഴുന്നേറ്റ് ഞങ്ങളോട് ഇങ്ങനെ പറയുക, ഈ ഷാജി എന്ന് പറയുന്ന ആൾക്ക് മദ്യപാനം നിർത്താൻ സാധിക്കുമെങ്കിൽ ലോകത്തിൽ ആർക്കും മദ്യപാനം നിർത്താൻ സാധിക്കും. ആ പോലീസുകാരൻ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഈ ഷാജിയെ വീട്ടിൽ ചെന്ന് പലപ്പോഴും പോലീസ് ജീപ്പിൽ പോയി വീട്ടിൽ ചെന്ന് പിടിച്ച് കെട്ടി ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ഈ പോലീസുകാരൻ 16ഓളം ഡി അഡിക്ഷൻ സെന്ററിൽ 40ഓളം പ്രാവശ്യം ചികിത്സിച്ചിട്ടും തനിക്കൊരു വിടുതൽ ലഭിക്കാൻ. നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി 1 മാസം തികയത്തില്ല. അതിന് മുമ്പ് പലപ്പോഴും ഞാൻ തൊടുപുഴ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വൈഫിനെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് പോയി മദ്യപിക്കുന്ന സ്വഭാവം. 30 ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് ചിലപ്പം തിരിച്ചു വരുന്ന അവസരത്തിൽ വൈഫിനെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് നേരത്തെ ബാറിൽ പോയിക്കോളും. എന്താ അങ്ങനെ പിന്നെ നിർത്താൻ പറ്റാവുന്ന? എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഉള്ളിൽ എന്തോ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഏതോ ഒരു ശക്തി അല്ലെ ഒരു വ്യക്തി അകത്തുണ്ടായിരുന്നു പറയാൻ പറ്റുമോ? കണിശമായിട്ടും എനിക്ക് പറയാം. ഏതോ ഒരു ശക്തി എന്നിലുണ്ടായിരുന്നു. പക്ഷെ ആ ശക്തി പോയി. കർത്താവ് പരിശുദ്ധാത്മാവും കൊണ്ട് ഞാൻ നിറഞ്ഞപ്പോൾ മുതൽ ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയും. ബ്രദർ മദ്യപാനം നിർത്തിയതാണോ അതോ കർത്താവ് അതിനെ കൃപ തന്നാണ്? ഞാൻ മദ്യപാനം വിട്ടിട്ടില്ല, മദ്യപാനം എന്നെ വിട്ടുപോയി. ബ്രദറെ, അപ്പോൾ സ്വയം നിർത്തിയതാന്ന് പറയാൻ ഒക്കത്തില്ല. ഒരിക്കലും ഇല്ല, സ്വയം നിർത്തിയിട്ടില്ല. ഞാൻ കർത്താവിനെ പൂർണ്ണമായിട്ട് രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പം തന്നെ മദ്യപാനം ദുരാത്മാവ് എന്നെ വിട്ടുപോയി. അതാ ഇന്ന് ഇവിടെ നടക്കാൻ പോകും. ഈ സഹോദരന്റെ പേര് സഞ്ജയ് എന്നാണ്. കുമ്പനാടാണ് വീട്. തോമസ് ഓർക്കുന്നുണ്ടല്ലോ, കുമ്പനാട് ആ മീറ്റിംഗ് നടക്കുമ്പോൾ, കുമ്പനാട് കഴിഞ്ഞ വർഷം നമ്മൾ 3 ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ സഹോദരൻ ആ മീറ്റിങ്ങിനായിട്ട് തന്റെ ഭാര്യയെ വിടാൻ വേണ്ടി ആ മീറ്റിംഗിൽ കടന്നു വന്ന ഡ്രൈവറായിട്ട് വന്ന നല്ലവണ്ണം മദ്യപിച്ചിട്ടാ വന്നേ. ആ മദ്യപിച്ച് വന്നു. താൻ മീറ്റിംഗിൽ ഭാര്യയെ കൊണ്ടുവന്ന് വിട്ടു. എന്നാൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണ്ടല്ലോ എന്നോർത്ത് താൻ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ ആ കാറിൽ അവിടെ ഇരുന്നു. അതാണ് വിശ്വസ്തനായ ഡ്രൈവർ ഭാര്യയ്ക്ക് വേണ്ടി. ആ കാറിൽ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് ആ കാറിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല, ചൂടെടുക്കുന്ന പോലെ തോന്നുക. അപ്പൊ താൻ ഓർത്ത് ഈ ഹോളിന്റെ പുറകിൽ ഒത്തിരി കസേര കാലിയായിട്ട് കിടപ്പുണ്ട്, എന്നാൽ ആ പുറകിലത്തെ കസേര പോയി ഇരുന്നേക്കാന്ന് ഓർത്തു. അതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ, ഓരോരുത്തർക്ക് പറ്റുന്ന ഓരോ പ്രശ്നങ്ങളെ. അതെ, കുഴപ്പമൊന്നും വരാനില്ലല്ലോ എന്നോർത്ത് ആ ഹോളിന്റെ പുറകിൽ ആ കസേരയിൽ വന്ന് താൻ അവിടെ ഇരുന്നു. ഈ സമയത്താ ഇന്ന് തോമസ് ബ്രദർ വിളിച്ച പോലെ മദ്യപാനികൾ, നിങ്ങൾക്ക് മദ്യപാനം വിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസേരയെ വിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം. നോയ്ക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പദ്ധതി ഏതല്ല
നമ്മൾ സ്റ്റേജിൽ നിന്ന് പറയുന്നത് ഇതൊന്നും ആലോചിച്ചുകൊണ്ടല്ലോ, പക്ഷെ കർത്താവ് അതിനുള്ള ഒരാളെ സെറ്റ് ചെയ്ത് അവിടെ കൊണ്ടിരുത്തി. അപ്പൊ ഇന്ന് ഇവിടെ വന്ന ആരും വെറുതെ വന്നതല്ല, യാദൃച്ഛികമായി വന്നതല്ല. ചിലര് പത്രം കണ്ടിട്ട് വന്നവരാ, ചിലർ നോട്ടീസ് കണ്ടു വന്നവരാ, ചിലർ TV കണ്ടു വന്നവരാ, ചിലരാരോ പറഞ്ഞിട്ട് വന്നതാ. അതൊക്കെ ഒരു കാരണമെന്നേ ഉള്ളൂ. കർത്താവ് നിങ്ങളെയും എന്നെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാ. സൗന്റെ ഭാര്യ നോക്കുമ്പം പെട്ടെന്ന് സഞ്ജയ് ബ്രദർ ഓടി മുമ്പോട്ട് പോകുന്നു. അപ്പം താൻ ഇങ്ങനെ ഓർത്ത് ഈ പുള്ളി മുമ്പി വല്ല കുഴപ്പം ഉണ്ടാക്കാൻ പോവുകയാണോ, ഏതായാലും നല്ലവണ്ണം കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്, കുഴപ്പം ഉണ്ടാക്കാൻ പോവുകയാണോ. അന്ന് തോമസുകാർ അത് മദ്യപാനം വിടാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു. സഹോദരൻ ഞങ്ങളോട് പറയായിരുന്നു, അന്ന് മുതൽ ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. എന്തോ ഒന്ന് തന്നെ വിട്ടുപോയ പോലെ തോന്നി. തോമസുകാരെ അത് മാത്രമല്ല, അന്ന് മുതൽ തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായി കർത്താവ് അനുഗ്രഹിച്ചു, വലിയൊരു മുന്നേറ്റം കൊടുത്തു. ഇവര് കുടുംബമായിട്ട് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുക ദിവസങ്ങളിൽ. ഞാൻ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. എനിക്ക് പലപ്പോഴും അത് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു. ബിസിനസ് ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ്സായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ വന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെ വന്ന് മനസ്സില്ലാതാണ് പോയത്. പക്ഷേ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആ സമയം മുതൽ എനിക്ക് വളരെ ഒത്തിരി വിടുതൽ. എനിക്ക് അന്ന് ഈ പുറകെ വന്നിരുന്നപ്പം വിളിച്ച കാര്യം ഒന്ന് പറയാം. അന്ന് അവിടെ ഞാൻ വെറുതെ അവിടെ വന്ന് ഇരുന്നതാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജിൽ നിന്ന് കടന്നു പോവാ, മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർ കടന്നു വരുവാനായിട്ട് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും ഓർത്തില്ല. ഇതിന്റെ സ്പിരിറ്റിൽ ഞാൻ അങ്ങ് പോയി. ഏതിന്റെ ഹോളി സ്പിരിറ്റിലല്ല മുമ്പോട്ട് ഓടിയത്, ഇതിന്റെ സ്പിരിറ്റിലാ. ഏതാന്ന് പിടി കിട്ടിയല്ലോ. ഏതായാലും അത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയില് എനിക്ക് ഒരുപാട് പരിപൂർണമായിട്ട് എനിക്കത് വിടുതൽ കിട്ടി. എനിക്ക് ഈ സഹോദരൻ അത് മുമ്പേ ബ്രദറിനോട് ചോദിച്ച പോലെ ചോദിക്കട്ടെ, മദ്യപാനം നിർത്തിയതാണോ അതോ സഹോദരനിൽ നിന്ന് എന്തോ വിട്ടുമാറിയതാണ്? ഇല്ല, എനിക്ക് നിർത്താനായിട്ട് പറ്റത്തില്ലായിരുന്നു. ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എങ്കിൽ അത് എന്തോ ഒരു ശക്തി അതാണ് ഇപ്പോഴും എന്നെ നിയന്ത്രിക്കുന്നത്. അന്നത്തെ ആ ശക്തിയുടെ പേരങ്ങ് പറഞ്ഞാൽ എന്നാ കുഴപ്പം? യേശു. യേശുവാണ് എന്നെ വിടുവിച്ചത്. ഇപ്പൊ യേശു കൂടെ ഉണ്ട്, ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാ ഉള്ളിൽ വന്നു. നല്ല വിശ്വാസമുണ്ട്. അത്രേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അല്ല ഒരു സഭയുടെ അംഗമാകുന്നതല്ല. യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മളെ നടത്തുന്ന ഒരു പുതിയ ആള് നമ്മളിൽ വരും. ഇന്ന് വരെ നടത്തിയ ആള് നമ്മളെ വിട്ട് ഇറങ്ങി മാറും. പുതിയ ഒരാൾക്ക് നമ്മുടെ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. യേശുവിന്റെ ഒരു പ്രത്യേകത ഇടിച്ചു കയറുകയില്ല. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നിർബന്ധിത പരിവർത്തനം എന്നൊരു പരിപാടിയെ കർത്താവിനില്ല. അത് കർത്താവിന്റെ അജണ്ട അല്ല. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂട്ട് വെളിയിലല്ല അകത്താന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂട്ട് വെളിയിലല്ല പിന്നെ അകത്താ. നിങ്ങൾ കതവ് തുറന്നാലേ കർത്താവ് അകത്ത് കയറത്തുള്ളൂ. എന്നാൽ യേശു പറഞ്ഞു, വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരന്. പാർട്ടി സൈക്ക് എന്ന് പറഞ്ഞ കേറുന്നത്, പക്ഷെ ജീവിതം കൊണ്ടേ അവൻ പോകത്തുള്ളൂ. വേറെ വഴിയായി കടക്കുന്ന കള്ളനും കവർച്ചക്കാരനുമായി പിശാചിനെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന പിശാചിന്റെ കെട്ടുകൾ പൊട്ടണമെങ്കിൽ ഒറ്റ പരിപാടിയുള്ളൂ. യേശുവേ, ഇന്ന് മുതൽ എന്റെ ഹൃദയ സിംഹാസനം നിനക്ക എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നിങ്ങളാ തീരുമാനിക്കണ്ടേ. പിടികിട്ടുന്നുണ്ടോ? യേശുവേ, ഇന്ന് മുതൽ എന്നെ വേറെ ആരും നയിക്കണ്ട, യേശു നയിച്ചാൽ മതി എന്ന് നിങ്ങൾ ഹൃദയം തുറന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. എന്നെ ഇതുകൊണ്ട് ഇവിടെ വെച്ചേ. എൻ്റെ ശരീരത്തുള്ള ദുഷ്ടശക്തി മാറി, ശരീരത്തുള്ള ചൂട് മാറി. ഇപ്പൊ ഒരു തണുപ്പും സന്തോഷവും ഉണ്ട് മനസ്സിൽ. മദ്യപാനത്തിലായിരുന്നോ? മദ്യപാനമായിരുന്നു. 14 വർഷം കൊണ്ട് മദ്യപാനം, പുകവലി ഒരു തരത്തിൽ നിർത്താൻ പറ്റാത്തൊരിതായിരുന്നു. ഇപ്പൊ എനിക്ക് പറ്റിയെന്ന് എങ്ങനെ അറിയാം? കർത്താവുണ്ട്, എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്. ഓക്കെ, ഒരാളുടെ ഉള്ളിൽ യേശു വന്ന് അയാളെ രക്ഷിച്ച് പിശാചിന് തൊടാൻ മേലാത്ത വ്യക്തിയാക്കാൻ നമ്മൾ എന്തോ ചെയ്യണം? അങ്ങോട്ട് ഞാൻ പറഞ്ഞു, കൂടുതലൊന്നും ചെയ്യരുത്, ഞാൻ യേശുവിന്റെ വകയാന്ന് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞാ മതി? അത്രയും പറഞ്ഞതേ ഉള്ളൂ. പിശാചുക്കൾ വിട്ടുമാറി, ആള് വിടുതലായി. അത്രയും പറഞ്ഞല്ലോ ഉള്ളു. മദ്യവെച്ച എന്നും വീട്ടിൽ പ്രശ്നമായിരുന്നു. എന്തോ പ്രശ്നമായിരുന്നു? ഈ എന്നെ കൊണ്ടാക്കുന്ന എല്ലാം ചെയ്യുന്നു. എന്റെ പെമ്മക്കൾ തന്നെ എന്നെ വെറുത്ത സമയം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാരും വന്നേ. ഇത് കുഞ്ഞുങ്ങളാണോ? അതെ, മൂത്ത മോള് അഭിരാമി, അപർണ. എന്തായിരുന്നു നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ?
മദ്യപാനത്തിൻ്റെ അവസ്ഥ കഷ്ടപ്പാടായിരുന്നു. ആദ്യം നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് എല്ലാം തകർന്ന് എല്ലാവരും ഞങ്ങളെ കളഞ്ഞിട്ടൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ, എന്നെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വീട്ടിലും നാട്ടിലായാലും എല്ലാവരും വെറുക്കപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഇടക്കാലം മുതൽ അച്ഛൻ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം കുറേ മനസമാധാനവും, ജോലി ഇല്ലായിരുന്ന ജോലിയുണ്ട്, എനിക്ക് പട്ടിണിയില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോൾ മദ്യപാനം വിടാൻ മുമ്പോട്ട് വിളിച്ചു, ഇപ്പൊ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തോ സംഭവിക്കുന്നേ? ശരീരത്തുണ്ടായിരുന്ന ചൂടുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? യേശുവിനെ ഹൃദയത്തിലോട്ട് ക്ഷണിച്ചോ? അതെ, ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഞാൻ ഇന്ന് രാവിലെയും കഴിക്കണമെന്നും പറഞ്ഞിറങ്ങിയതാ വീട്ടിൽ നിന്ന്. മദ്യപിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു വിചാരിച്ചിറങ്ങിയവനാ. സിഗരറ്റ് തന്നെ 10 രൂപയ്ക്ക് വാങ്ങിച്ച് അത് വാങ്ങിച്ച് പോകരിട്ടുണ്ട് വന്നു. എനിക്കിവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ശരീരത്തിന് ചൂട് മാറിക്കിട്ടി. ഇപ്പോൾ ഒരു സമാധാനവും തണുപ്പും ഉണ്ട് ശരീരത്തിൽ. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചത്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ, എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. വിശ്വസിച്ചു. ഈ ബ്രദർ പറഞ്ഞത് അവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്തോ ഒരു ചൂട് ശരീരത്തിലോട്ട് ഇറങ്ങി, എന്തോ ഒന്ന് വിട്ടുമാറുന്നത് പോലെ വിയർത്തു. ഈ സൗരം പറയായിരുന്നു മദ്യപിച്ച് തകർന്നു. അതുപോലെ തന്നെ പുകവലി, ഡോക്ടർ പറഞ്ഞു മദ്യപിക്കരുത്, പുകവലിക്കരുതെന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹാർട്ടിന് കുഴപ്പമാണ്. ഹാർട്ടിന് മദ്യപിച്ചും പുകവലിച്ചും ഇപ്പൊ ഹാർട്ടിന് കുഴപ്പമാണ്, ചികിത്സയിലാണ്. എത്ര വർഷമായി മദ്യപിക്കുന്നു? 30 വർഷം കൊണ്ട് മദ്യപിക്കുന്നു. 30 വർഷം കൊണ്ട് പുകയും വലിക്കും. അങ്ങനെ വളരെ തകർന്ന അവസ്ഥയിലാണ്, വളരെ അവശതയിലാണ്. ഇന്ന് എവിടെ എങ്ങനെ വന്നേ? TV-യിൽ കണ്ട് ഇന്ന ദിവസം ഈ പരിപാടി എന്റെ നടക്കുന്ന അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. കുടുംബം ഇനി എഴുന്നേറ്റ് വരാവോ? എന്തേ കുടുംബം? എന്തായിരുന്നു ഈ സൗറിന്റെ അവസ്ഥ? ഒത്തിരി വർഷമായിട്ട് മദ്യപാനത്തിന് പൂർണ്ണമായിട്ട് അടിമപ്പെട്ട അവസ്ഥയായിരുന്നു. ഒത്തിരി വസ്തുവകളുണ്ടായിരുന്നു, കോടിക്കണക്കിനുള്ള ആസ്തി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പം സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു ഭവനം പോലും ഇല്ലാത്ത. യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു പറഞ്ഞൊരു വചനമുണ്ട്: മോഷ്ടിപ്പാനും അറുപ്പാനും മുട്ടിപ്പാനുമാണ് കള്ളൻ പിശാച് വരുന്നത്, എന്നാൽ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും. ഇന്നിപ്പോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ബ്രദറെ സംഭവിച്ചേ? ഭയങ്കര ചൂട്, ഇങ്ങനെ കണ്ണീർ കൂടെ ഭയങ്കര ചൂട് ഇങ്ങനെ. എന്നിട്ട് വേർക്കുകയും ചെയ്തു. എന്നിട്ട് എന്തോ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ, മദ്യപാനം ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദുരാത്മാവ് അവരുടെ ഉള്ളിൽ കയറി ഇരിക്കുക. മദ്യപാനം ഒരു വ്യക്തിയുടെ ദുർസ്വഭാവമാണെന്ന് തോന്നുന്നു, അതല്ല. ആ ആളെ ഒരാൾ ബന്ധിച്ചിരിക്കുക. ഓക്കെ, ഒരു ദുഷ്ടശക്തിയാണോ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായിട്ട്? എന്തോ ഒന്ന് പോയപ്പോ ഞാൻ അങ്ങ് വീഴുന്നു. വീണുപോയി. ആരും തള്ളിയിട്ടൊന്നും ഇല്ല ഇല്ല, താനെ അങ്ങ് വീഴുന്നു. ശരീരം കുഴഞ്ഞങ്ങ് വീഴുന്നു. ഇപ്പോഴോ? ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ നല്ല ഒരു ഉന്മേഷം തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു ബ്രദർ കൊണ്ട് ഈ പോയല്ലോ, അതുപോലെ ബ്രദറിന് എന്തായാലും ഉള്ളിൽ ഇത് വിടാൻ പറ്റും ഇനിയിപ്പം തോന്നുന്നുണ്ടോ? അല്ല, ഇനി ഇതൊന്നും ചെയ്യില്ല. എന്തോ ഒന്നും ചെയ്യില്ല, മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാൻ തോന്നുകയല്ല. അതാ അതിന്റെ കാര്യം. ഇതുവരെ നമ്മളാ നിർത്താൻ നോക്കിയത്, ഇനി യേശു ഉള്ളിലിരുന്ന ബലം തരിക. മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു. ഇനി ഒരു നല്ല വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റും. ഓ, സ്തോത്രം. മോന്റെ പേരെന്തുവാ? അരുൺ. പപ്പായുടെ അവസ്ഥ എന്തായിരുന്നു? കുടിച്ച് വല്ലാത്ത സ്വഭാവത്തിലായിരുന്നു. ഇന്ന് പപ്പായ്ക്ക് വല്ല മാറ്റവും നന്നായിട്ട് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ദൈവത്തിന്റെ സ്പർശം ഉണ്ടായി. ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. ഇത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആന്റണി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 15 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വലിയൊരു തണുപ്പ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇറങ്ങി ആ മദ്യപാനത്തിന്റെ ആ ശക്തി മാറിപ്പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാറിപ്പോയെന്ന് എങ്ങനെ അറിയാം ബ്രദറെ? ചെറിയൊരു തണുപ്പ് പോലെ വന്നിട്ട് ശരീരം കുഴഞ്ഞു പോകുന്നതായിട്ട് തോന്നി. പിന്നീട് എനിക്കത് ശരിക്കും ഓർമ്മ വന്നില്ല. പിന്നീട് രണ്ടാമതാണ് അത് റിലീസായി. ഓർമ്മ പോലും അങ്ങ് പോയതുപോലെ യേശു വന്ന് തൊട്ടതാ ബ്രദറെ. ഇപ്പം മനസ്സിന് എന്ത് തോന്നുന്നു? ഇപ്പൊ ഒരു വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഇപ്പൊ തോന്നുന്നില്ല. ഏതിനെ കുറിച്ച്? എനിക്ക് മദ്യപാനവും ശരിക്കും ഏറ്റവും കൂടുതൽ എന്നെ അലട്ടി